ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് ഡി ബി ആണെങ്കിൽ സിംഗിൾ ഫേസ് ഡി ബി ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് യൂണിറ്റ്. അതായത് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആദ്യം മീറ്റർ KCBയിൽ നിന്ന് മീറ്ററിലേക്ക് വന്നത് KCBയുടെ മീറ്ററിൽ നിന്ന് നേരെ നമ്മുടെ ഡി ബിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫ്യൂസ് യൂണിറ്റ് കൊടുക്കാറുണ്ട്. ആ ഫ്യൂസ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് അത്യാവശ്യം വലിയ ഫ്യൂസ് യൂണിറ്റ് ആണ്. അത് 63 ആംപിയർ വരുന്ന സിംഗിൾ ഫേസിൽ വരുന്ന 240 വോൾട്ടും അതുപോലെ തന്നെ 32 ആംപ്സ് 415 കൊടുക്കാൻ പറ്റുന്ന സിംഗിൾ ഫേസിലും 3 ഫേസിലും കൊടുക്കാൻ പറ്റുന്ന ഫ്യൂസ് യൂണിറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ സെയിം ഫ്യൂസ് യൂണിറ്റ് തന്നെ നമുക്ക് സിംഗിൾ ഫേസിലാണെങ്കിൽ 63 ആംപിയർ വരെ എടുക്കും. നമുക്ക് 3 ഫേസിലാണെങ്കിൽ 32 ആംപിയർ വരെ മാക്സിമം എടുക്കും. അതായത് അത്രയും ക്യാരിയറുള്ള വാട്ട്സ് കപ്പാസിറ്റി ഉള്ള വലിയ ടൈപ്പ് ഫ്യൂസ് യൂണിറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ആദ്യമേ തന്നെ നോക്കുക, സെറാമിക്കിൻ്റെ സിസ്റ്റമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആംപിയർ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 63. പിന്നെ അതുപോലെ തന്നെ 63 ആംപിയർ 420 വോൾട്ട് 240 വോൾട്ട്. പിന്നെ വരുന്നത് വെച്ചാൽ 32 ആംസ് 415 വോൾട്ട്. കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ മെറ്റലിൻ്റെ ഷീറ്റിൽ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നീറ്റായിട്ടാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ 2 ടെർമിനലിലാണ് നമ്മൾ വയർ കാര്യങ്ങൾ കൊടുക്കുന്നത്. അതായത് മീറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഫേസ് ഔട്ട് വരുന്ന ഫ്യൂസ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഒരു ടെർമിനൽ കൊടുക്കുന്നു. ഈ ടെർമിനലിലേക്ക് നമുക്കത് സ്ക്രൂ അഴിച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. 6ൻ്റെ വയറോ 4ൻ്റെ വയറോ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇനി 2 വയറുകളും തമ്മിൽ പോകുന്നതും കൊടുത്തതിന് ശേഷം ഇത് 2 വയറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് നമ്മുടെ ഫ്യൂസ് വരുന്നത്. ആ ഫ്യൂസിൻ്റെ ഒരറ്റം കണ്ടോ, ഈ അറ്റവും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ക്രൂകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. അത് 2 ചെറിയൊരു വയറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂസിൻ്റെ സെപ്പറേറ്റ് വയർ വാങ്ങിക്കാൻ കിട്ടും. അതെടുത്ത് കെട്ടാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കോപ്പറിൻ്റെ ഒരു 3 എഴയോ 4 എഴയോ 1.5ഓ 2.5ൻ്റെ 4 എഴയോ എടുത്തതിന് ശേഷം പിരിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഫ്യൂസ് യൂണിറ്റ് ഉപയോഗിക്കാറ്. അപ്പോൾ ഫ്യൂസ് യൂണിറ്റ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജോ അല്ലെങ്കിൽ ഹൈ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഫ്യൂസ് ഉരുകി പോകണം. അത് സെൻറ്ററിൽ കൊടുക്കുന്ന ആ പറയുന്ന വയർ ഉരുകി പോകണം. അപ്പോൾ വയർ കൊടുക്കുന്ന സമയത്ത് 3 എഴയിൽ കൂടുതൽ, അതായത് ഒരു വയറിൽ നിന്ന് നമ്മൾ സ്ട്രിപ്പ് ചെയ്തെടുക്കുമ്പോൾ 3 എഴയാണ് സാധാരണ കിട്ടുക. ആ 3 എഴയിൽ കൂടുതൽ നമ്മൾ കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഉപകരണങ്ങൾ കത്തിപ്പോയാൽ നമ്മുടെ ഫ്യൂസ് കത്തിപ്പോകാത്തൊരവസ്ഥ വരും. അപ്പോൾ അതല്ല സംഭവിക്കേണ്ടത്. ആദ്യം ഫ്യൂസ് പോകണം. ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉപകരണങ്ങളെല്ലാം തന്നെ സേഫ്റ്റി ആയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അത്യാവശ്യം ഹൈ വോൾട്ടേജ് കയറി വരിക, അതുപോലെ തന്നെ ഹൈ ആംപിയർ എടുക്കുന്ന സമയത്ത് ഫ്യൂസ് പോവുക, ഷോർട്ടിങ് എഫക്റ്റ് വരുന്ന സമയത്ത് ഫ്യൂസ് പോവുക, അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഫ്യൂസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്യൂസ് യൂണിറ്റ് വയ്ക്കുന്നതും അതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ട് നമുക്ക് പറയുന്ന ഡിവൈസുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്യൂസ് യൂണിറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഫ്യൂസ് യൂണിറ്റ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് പോകുന്ന രീതിയിൽ, അതായത് നമുക്ക് ശല്യമില്ലാത്ത രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. 3 എഴയിൽ കൂടുതൽ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂസ് യൂണിറ്റിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണ്. എത്ര ആംപിയറാണ് സിംഗിൾ ഫേസിൽ, 3 ഫേസിൽ എത്ര ആംപിയറാണ് വരുന്നതെന്നൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late.